ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ദുബായ് എലിഫൻറ്റ് ക്യാമ്പിലാണ് നിൽക്കുന്നത്. കൂർഗിലാണ്. അപ്പോൾ ഇത് കാവേരി നദിയാണ്. കാവേരി നദിയുടെ കരയിലാണ് ഈ എലിഫൻറ്റ് ക്യാമ്പ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മഴ കുറഞ്ഞിരിക്കുന്ന ടൈം ആയതുകൊണ്ട് നമുക്ക് കാവേരി നദി നടന്ന് ക്രോസ് ചെയ്ത് വേണം എലിഫൻറ്റ് ക്യാമ്പിലേക്ക് പോകാൻ. ഇനി മഴക്കാലത്താണെങ്കിൽ നമുക്കിങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റില്ല, വെള്ളം കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ആ ടൈമിൽ ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. ബോട്ടിൽ കയറി നമുക്ക് ക്യാമ്പിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി നടക്കുമ്പോൾ വഴുതാതിരിക്കാൻ വേണ്ടി മണൽ നിറച്ച ബാഗൊക്കെ അതിലിട്ടിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ നിരപ്പല്ല, ഈ ഒഴുക്ക് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം പോകാൻ. ബാക്കി കുഴപ്പമില്ല, അത് വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ ഒഴുക്ക് കൂടുതലുള്ള. ബാക്കി നമുക്ക് ഈ മണലുള്ള ചാക്കുള്ളതുകൊണ്ട് നമുക്ക് നടന്നു പോകാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണിത്. പിന്നെ ഈ സമ്മർ സീസണിൽ വരുന്നത് കൊണ്ട് ഈ നടന്ന് ക്രോസ് ചെയ്യുന്നത് വളരെ കിടിലൊരു ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മൾ ക്യാമ്പിലേക്ക് എത്തി. ക്യാമ്പിൽ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു കവാടമൊക്കെ ഉണ്ട്, എലിഫൻറ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമുക്കിവിടെ ടിക്കറ്റ് എടുക്കണം. ഈ ഹോളിഡേയ്സ്, ഗവൺമെൻറ് ഹോളിഡേയ്സും ഫെസ്റ്റിവൽ ഹോളിഡേയ്സൊക്കെ ഉള്ള ടൈമിൽ 140 രൂപയാണ്. അല്ലാത്ത വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ 120 രൂപയാണ്. നമുക്ക് ക്യാഷായിട്ടും GP ആയിട്ടും ഒക്കെ കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഇത് നമ്മളെടുത്ത ടിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അതിൽ വെച്ച് നമ്മൾ ആ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് ക്യാമ്പിലേക്ക് കയറാം. ഇത് നല്ല രസമാണ് കേട്ടോ. തറയിൽ സ്റ്റോണൊക്കെ വെച്ച് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ചുറ്റും നല്ല ഫോറസ്റ്റ് വൈബ്, ബാംബൂസൊക്കെ ഉണ്ട്. നല്ല രസമായിട്ടുള്ള നല്ല തണുത്തൊരു അന്തരീക്ഷമാണ്. വലിയ ചൂടൊന്നും ഇവിടെ ഇല്ല. ഈ കാണുന്നത് ആനയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പം നമുക്കൊരു കറക്റ്റ് ടൈമിൽ വന്നാൽ മാത്രമേ ഇവിടെ ആനയെ കുളിപ്പിക്കുന്നത് കാണാൻ പറ്റൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഫുഡിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. പിന്നെ ഈയൊരു ക്യാമ്പ് പണ്ട് മൈസൂർ രാജാക്കന്മാരുടെ കാലത്താണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രശസ്തമായ ഒരു ഉത്സവമാണ് മൈസൂർ ദസറ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാട്ടിൽ നിന്ന് ആനകളെ പിടിച്ചുകൊണ്ട് വന്ന് അതിനെ പരിശീലിപ്പിച്ചതായിരുന്നു ഈ ഒരു ഉത്സവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ രാജാക്കന്മാരുടെയൊക്കെ കാലത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് കാട്ടിൽ മരങ്ങളൊക്കെ വലിയ തോതിൽ വെട്ടിമുറിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ടൈമിൽ യാനകളായിരുന്നു തടികളൊക്കെ എടുത്ത് മാറ്റാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ 1988 വന്നപ്പോൾ ഗവൺമെൻറ്, നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ പോയി ഈ വാണിജ്യാടിസ്ഥാനത്തിൽ തടി വെട്ടുന്നതൊക്കെ നിർത്തലാക്കി. ആ ഒരു ടൈമിൽ ആനയുടെ ഉപയോഗമൊക്കെ വളരെ കുറഞ്ഞു വന്നു. അങ്ങനെയാണ് പിന്നെ അപ്പോൾ ഈ ആനകളുടെ ഉപയോഗം കുറഞ്ഞത് കാരണം പാപ്പന്മാരും മറ്റു അവരുടെ ഉപജീവന മാർഗം തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോഴാണ് ഇതിനൊരു എക്കോ ടൂറിസം സ്പോട്ടായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. അത് ആനയെ ഇവിടെ നോക്കിയാൽ അറിയാം, ആനയെ കുളിപ്പിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം വന്ന് നിൽക്കുന്നത്. നമുക്കത് കാണുമ്പോൾ ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടി കമ്പി വേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനിപ്പുറം നിന്നാണ് ആനയെ കുളിപ്പിക്കുന്നത് കാണുന്നത്. ഇനി സ്പെഷ്യൽ ടിക്കറ്റ് എടുത്താൽ നമുക്ക് എല്ലാം ചെന്ന് ആനയെ കുളിപ്പിക്കാനൊക്കെ പറ്റും. പക്ഷേ അത് ഇത്തിരി റിസ്കിയറാണെന്ന് തോന്നുന്നത് കൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല. നമ്മളിപ്പുറത്ത് ആനയെ കുളിപ്പിക്കുന്നതാണ്. ആന കിടക്കുന്നത് ഇതൊക്കെ നമുക്ക് നല്ല അനുഭവമാണ്.
പിന്നെ വേറെ പ്രിക്കോഷനൊന്നും എടുക്കാതെയാണ് ചെയ്യുന്നത് ആൾക്കാർ. ആന എന്തെങ്കിലും മതപ്പാട് വന്നാൽ എന്താണെന്ന് ചിലപ്പോൾ വരില്ലായിരിക്കും. അത് ഇപ്പോഴും അപ്പുറത്തുനിന്ന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, തിരിച്ച് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഫെൻസ്. ഇത്രയേ ഉള്ളൂ ഫെൻസ്. ഒരു തടി അതിൻ്റെ ചുറ്റും കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആനകളൊക്കെ നിൽക്കുകയാണ്. അത്യാവശ്യം ഒരു 5-6 ആനകളൊക്കെ ഉണ്ട്. ഇനി അതിൻ്റെ ബാക്കിലോട്ട് നോക്കിയാൽ കാണാൻ തടി വെച്ച് വേറെ ഈ സംഭവം ചെയ്തിട്ടുണ്ട്. അത് ഈ മതപ്പാടൊക്കെയുള്ള ആനയെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റാനകളെയും എന്താ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന കാഴ്ചയാണിത്. ഇവിടെ അടുത്തൊരാന വരുന്നു. ഈ കുളി കഴിഞ്ഞ് വന്ന ആനകൾക്ക് ഇനി നേരെ ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ സ്ഥലത്തേക്കാണ് ഇതിനെ കൊണ്ടുവരുന്നത്. അവിടെ വെച്ച് ഇതിന് ഫുഡ് കൊടുക്കും. നമുക്ക് ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് നമുക്ക് ഇരുന്ന് കാണാൻ പറ്റും. അവിടെ സ്റ്റെപ്പ് പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നത് കാണാൻ പറ്റും. ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ അവിടെ ഒരു മൈതാനത്തിലേക്കാണ് പോകുന്നത്. അവിടെ കുളി കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞ് എല്ലാ ആനകളും അടുത്ത് മൈതാനത്തിൽ വരും. അപ്പോൾ